അതുപോലെ യൂട്യൂബ് മീഡിയയിലൂടെ ഈ വിഷയം ഈ മാസത്തിൽ തുടർച്ചയായിട്ട് തന്നെ അനേക ദൈവദാസന്മാർ അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തദാസൻ എന്നുള്ള ഫെയ്ത്ത്ഫുൾ സർവൻ്റ് ഓഫ് ഗോഡ് എന്ന വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ പ്രാർത്ഥന ഇതിലൂടെ ഈ 568 എപ്പിസോഡ് വരെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ, ദൈവം അനുഗ്രഹിച്ചല്ലോ. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കുന്നില്ല ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ യൂട്യൂബ്, ഫേസ്ബുക്ക് ലൈവ് മുഖാന്തരമായിട്ട് അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, കേൾവിക്കാരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ വിഷയമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തദാസൻ എന്നുള്ള വിഷയമായിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ പെട്ടെന്ന് ഈ വിഷയം കേൾക്കുന്നവർക്കൊരു സംശയം തോന്നിയേക്കാം. ഈ ദൈവത്തിൽ വിശ്വസ്തദാസൻ എന്ന് പറയുമ്പോൾ എന്താ, ദാസിമാരെയോ അല്ലെങ്കിൽ മറ്റാരെയോ ഉദ്ദേശിക്കുന്നില്ല, സ്ത്രീകളെ ഉദ്ദേശിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ശുശ്രൂഷന്മാരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ പൊതുവായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തദാസൻ, കാരണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തത പാലിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്തദാസൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്തദാസി എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവദാസന്മാരെന്ന് ശുശ്രൂഷകന്മാരെ പൊതുവെ അങ്ങനെ പറയാറുണ്ടെങ്കിലും ദൈവദാസൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്നത്. എന്നാൽ പൊതുവേ എല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പറയുമ്പോൾ കർത്താവിനെ സേവിക്കുക, സർവീസാണല്ലോ, സേവനമാണല്ലോ. ഈ സേവനം ചെയ്യുക ദാസൻ്റെ അല്ലെങ്കിൽ ദാസിയുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുക എന്നുള്ളതാണല്ലോ. അവൻ യജമാനെ സേവിക്കുന്ന, യജമാനൻ അടിമയായിരിക്കുന്ന ഒരു നിലയിൽ ഡൂലോസ് അല്ലെങ്കിൽ അടിമയായിരിക്കുന്ന, അല്ലെങ്കിൽ ദാസത്വത്തിൽ അല്ലെങ്കിൽ ദാസനെ പോലെ സേവ ചെയ്യുന്ന നമ്മുടെ കർത്താവും പിതാവിനെ ആ നിലയിലാണല്ലോ ദാസനായിട്ട് ലോകത്തിൽ വന്ന ആ കർത്താവിൻ്റെ ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും പിതാവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ കാണുന്നുണ്ടല്ലോ. നമ്മൾ മർക്കോസിൽ കർത്താവിൻ്റെ ദാസനായിട്ടാണ് ചിത്രീകരിച്ച് നമുക്ക് ആ ഭാഗം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദാസനെ പോലെ സേവ ചെയ്തു, ആ സേവ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ നമുക്കും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ നാം എല്ലാവരുമായിരിക്കുക, അതിനകത്ത് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുക. അത് വിശ്വാസികളെന്നോ ദൈവദാസന്മാരെന്നോ അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരും തന്നെ കർത്താവിൻ്റെ മക്കളായിട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഏവർക്കും ചില ശുശ്രൂഷകളുണ്ട്. അതവർ നിർവഹിക്കേണ്ടത് ആവശ്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. വാസ്തവത്തിൽ ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വിശ്വസ്തയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നൊരു ചില വാക്യങ്ങൾ ഇതാണ്. യഹോവേ നിൻ്റെ അങ്ങനെ വിശ്വസ്തതയല്ലയോ നോക്കുന്നത് എന്നൊരു വചനം നമ്മൾ ഇവിടെ വായിക്കുന്നു. നമുക്കറിയാമല്ലോ, എന്താണ് യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യഹോവേ നിൻ്റെ കണ്ട് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുന്നവർക്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിച്ചിട്ട് നമുക്കറിയാം. യിരെമ്യാ വിലപിക്കുന്ന വിലാപങ്ങളിൽ എത്രയോ ആ മനുഷ്യൻ കണ്ണീരിൻ്റെ പ്രവാചകനാണല്ലോ, വീപ്പിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ, വിലപിക്കുന്ന പ്രവാചകൻ. നമുക്കറിയാം യെരൂശലേമിൻ്റെ നാശത്തെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന, അതിനെ യെരൂശലേം ശൂന്യമാകുന്ന മുമ്പേ തന്നെ ജീവിച്ചിരുന്ന, അതിനെപ്പറ്റി പ്രവചിച്ച, അത് നശിക്കാതിരിക്കാൻ തക്കവണ്ണം ജനം എങ്ങനെയായിത്തീരുന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ഒത്തിരി വാണിങ്സ് കൊടുത്ത്, ഒത്തിരി ദൈവത്തിൻ്റെ കൽപ്പനകളെ കൊടുത്ത് അതനുസരിക്കാൻ വേണ്ടി ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ജനത്തെ ഉപദേശിച്ചിട്ട് പിന്നെ മടങ്ങി വന്നില്ല. അങ്ങനെയാണല്ലോ അവർക്ക് യെരൂശലേം ശൂന്യമായി പോകേണ്ടി വന്നതും അവർക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോൾ പറയുക, ആരെങ്കിലും ഉണ്ടോ ന്യായപ്രവർത്തിക്കും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പറയുക, യഹോവേ നിന്റെ കണ്ട് വിശ്വസ്തതയല്ലോ നോക്കുന്നതെന്ന് അദ്ദേഹം വിലവെച്ച് പറയുക. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുക, ദൈവത്തോട് ഗദ്ഗതത്തോടെ പറയുക. എത്രയോ അങ്ങനെയുള്ള വചനങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു വാക്യം വരുന്നത് ശുശ്രൂഷകന്മാരില്ല എന്ന് പറഞ്ഞാൽ ദൈവം ചിന്തിക്കും, ദൈവം അന്വേഷിക്കുന്നത് ഗൃഹോപചാരന്മാരെല്ലാം വിശ്വസ്തരായിരിക്കണമെന്ന് അത്രയെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 4-1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ഞങ്ങളെ ക്രിസ്തുവിനെ ശുശ്രൂഷകന്മാരെന്നും ദൈവമർമ്മങ്ങളുടെ ഗൃഹോപചാരന്മാരെന്നും എണ്ണിക്കൊള്ളട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം പറയുക, ഞങ്ങളെ ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരും കർത്താവിൻ്റെ മർമ്മങ്ങളുടെ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാർ, മിസ്റ്ററീസ് ഓഫ് ഗോഡ്, ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകത്വം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ഗൃഹവിചാരകത്വം, കാര്യവിചാരകത്വം, സ്റ്റുവാർഷിപ്പ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അങ്ങനെ ഞങ്ങൾ എണ്ണിക്കൊള്ളട്ടെ എന്ന് താൻ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാർ ദൈവം അന്വേഷിക്കുന്നു, അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഗൃഹവിചാരകത്വം, കാര്യവിചാരകത്വം, ഈ സ്റ്റുവാർഷിപ്പ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ
ഈ ഭരമേൽപ്പിക്കപ്പെട്ട ഒരു കാര്യം, ഈ ഉത്തരവാദിത്വം, അതല്ല കാര്യവിചാരകത്വം, ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുക, യജമാനൻ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ മുകളിലുള്ള വ്യക്തി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ആ ഭരമേൽപ്പിക്കപ്പെട്ട കാര്യം വിശ്വസ്തയോടെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഭരമേൽപ്പിക്കേണ്ട കാര്യമാണല്ലോ വാസ്തവത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വമാണ് കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. പിന്നെ അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, അത് ആരേൽപ്പിച്ചുവോ അല്ലെങ്കിൽ ആർക്ക് ഏൽപ്പിക്കപ്പെട്ടുവോ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതയാണ് വാസ്തവത്തിൽ വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യം, ആ ദൗത്യമാണ് ഗൃഹവിചാരകത്വം, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തെ നമുക്ക് അങ്ങനെ പറയാം, സ്റ്റുവാർഷിപ്പ്, മറ്റേ ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായി ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഗൃഹവിചാരകത്വവും വിശ്വസ്ത തമ്മിൽ ഒന്നൊന്നിനോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അവിഭാജ്യമായ രണ്ട് ഘടകങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നും അതിന് വിഭജിച്ചു മാറ്റുവാൻ കഴിയാത്ത, ഒന്നൊന്നിനോട് വളരെ ബന്ധിക്കപ്പെട്ടിരിക്കുക ഗൃഹവിചാരകത്വവും വിശ്വസ്തതയും. കാരണം അതിലെ വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ്. എത്ര തന്നെ നമ്മളതിന് വ്യത്യസ്തമായിട്ട് പഠിച്ചാൽ, ഗൃഹവിചാരത്തെ പറ്റിയോ വിശ്വസ്തയെ പറ്റി വേറെ പഠിച്ചാൽ പോലും ഇത് എപ്പോഴെങ്കിലും ചേർന്ന് വരും. കാരണം അത് ഒന്നൊന്നിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്ത ബോധത്തോട്, അത് വാസ്തവത്തിൽ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ഒയ്ക്കണോമിയ എന്ന്, കാര്യവിചാരകത്വത്തിന് ഒയ്ക്കണോമിയ എന്ന് പറയുമ്പോൾ തന്നെ ഈ വിശ്വസ്തതയ്ക്ക് പിസ്റ്റിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സവിശേഷതയാണ് വിശ്വസ്തത. അവനെ വിശ്വസിക്കാൻ കഴിയണം, അവൻ വിശ്വസ്തനായിരിക്കണം. ഒരാൾക്ക് വിശ്വസിച്ച് അവനെ അത് വിശ്വസിച്ചേൽപ്പിക്കാൻ നമ്മൾ പറയത്തില്ല, ഒരാൾ അവനെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ജീവിതം, അവൻ നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, ഉത്തരവാദിത്തോടെ ആ കാര്യങ്ങൾ ചെയ്യും, വളരെ ഭംഗിയായിട്ട് ആ കാര്യം ചെയ്ത് ഏത് ഉദ്ദേശത്തോടുകൂടെ ആ യജമാൻ അല്ലെങ്കിൽ ആ വ്യക്തി ആ അദ്ദേഹത്തെ അവനെ ഏൽപ്പിച്ചുവോ ആ കാര്യം ഏത് ഉദ്ദേശത്തോടെ ഏൽപ്പിച്ചുവോ, ഏത് താല്പര്യത്തോടെ ഏൽപ്പിച്ചുവോ ആ ഉദ്ദേശം മനസ്സിലാക്കി അതിൻ്റെതായ നിലയിൽ നന്നായി കാര്യങ്ങൾ ചെയ്ത് അത് പൂർത്തീകരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കും, അങ്ങനെ കാര്യം തീർക്കും എന്നൊരവസ്ഥ ആയിരിക്കുന്ന നല്ല സ്വഭാവത്തെയാണ് വാസ്തവത്തിൽ ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ വിശ്വസ്തതയ്ക്ക് ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ട സമയം വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ കാര്യം ചിന്തിക്കാൻ പറ്റും. നമുക്ക് ഈ ടാലന്റുകളുടെ ഉപമയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പാരബിൾ ഓഫ് ടാലൻസ്, താലന്തുകളുടെ ഉപമ എന്ന്, അല്ലെങ്കിൽ നല്ല വിശ്വസ്തനായ ദാസന്റെ ഉപമ എന്നൊക്കെ അതിന് പറയാം, അല്ലെങ്കിൽ താലന്തുകളുടെ ഉപമ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ മത്തായി 25 പറയുന്ന ആ ഭാഗം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും വാസ്തവത്തിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് നമ്മളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു, ആ വ്യക്തിക്ക് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്, കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഈ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ വിശ്വസ്തനായിരിക്കേണ്ട വ്യക്തി, ഈ ദാസന് ദാസി, ഈ സേവനത്തിലായിരിക്കുന്ന വ്യക്തിയാണല്ലോ ദാസി എന്ന് പറയുന്നത്. ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു, അത് ആ കാര്യം നന്നായി നിർവഹിക്കുക. തങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം, തന്നെ ഭരണേൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരകത്വം, അത് നമ്മൾ ഈ ലൂക്കോസ് 19 അതിനെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പല ഇടങ്ങളിൽ പല നിലയിൽ കാണുന്നുണ്ട്. നമ്മൾ കാലിടോ ഓടാൻ പഠിക്കുന്നെങ്കിലും വെച്ച് കൊടുക്കുന്ന ലൂക്കോസ് 19 കാണുന്നത്, അത് അവർ 10 വെച്ച് നേടി, ഓരോരുത്തരും ഒരുപോലെ തന്നെ നേടിയതായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ താലന്തുകളുടെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ യജമാനൻ നമുക്ക് ജസ്റ്റ് അതിൽ നോക്കാം. വാസ്തവത്തിൽ നമ്മളവിടെ കാണുന്നത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള ഭാഗങ്ങളാണല്ലോ നമ്മളത്, 14 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളാണല്ലോ നമ്മളത് വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ താലന്തുകളുടെ ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ ഈ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവൻ 2 താലന്ത്, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെടുന്നതായിട്ട് നാം വായിക്കും. ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി ദൈവത്തിന് അറിയാം, അല്ലെങ്കിൽ യജമാനൻ അറിയാം ഇവൻ എന്തുമാത്രം കഴിവുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ പ്രാപ്തി അവന് ചെയ്യാവുന്ന രീതിയിൽ അവൻ്റെ പരിതസ്ഥിതി, അവൻ്റെ പരിമിതി, അവൻ്റെ പരിതസ്ഥിതി ഒക്കെ ദൈവത്തിന് അറിയാം. അല്ലാതെ അതിനെ മാറ്റാൻ കഴിയുമോ, അല്ലെങ്കിൽ മാറ്റി എല്ലാവരും ഒരുപോലെ ആക്കാൻ കഴിയുമോ എന്നൊക്കെ വേണമെങ്കിൽ മാനുഷ്യമായി യുക്തിയിലൊക്കെ നമുക്ക് ചോദിക്കാം. ആ നിലയിൽ ഇതിപ്പോൾ മനുഷ്യത്വപരമായി പറയുമ്പോൾ വാസ്തവ കർത്താവിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് എല്ലാറ്റിനും മതിയായ ദൈവമാണ്, എല്ലാവരും ഒരേപോലെ ആക്കി തീർക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു.
അതിനകത്ത് ദൈവം ഓരോരുത്തരെയും താണ നിലയിൽ ഉയർന്ന നിലയിൽ കാണുന്നില്ല. ആരുടെയും ഒരാൾ കഴിവ് കുറഞ്ഞെന്നോ ഒരാൾ കഴിവ് കൂടിയെന്നോ അല്ലെങ്കിൽ അറിവ് കുറഞ്ഞെന്നോ അറിവ് കൂടിയെന്നോ ദൈവം കാണുന്നില്ല. അവൻ ഇത്രയും കഴിവുള്ളൂ എന്ന് ദൈവം കാണുന്നില്ല. എങ്കിലും ഓരോരുത്തരുടെ പ്രാപ്തി പോലെ ആ വ്യക്തിക്ക് അവൻ്റെതായ നിലയിൽ അവനുണ്ടാകുന്ന സാഹചര്യം, അവനാകുന്ന എത്തിച്ചേരുന്ന അവനാകുന്ന ചുറ്റുപാടോ അല്ലെങ്കിൽ അവൻ എത്തിച്ചേരുന്ന പരിതസ്ഥിതിയോ അവൻ്റെ ജീവിതത്തിൽ അവനെ ആക്കിയ ചില ആ മേഖലയൊക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ട് സർവജ്ഞാനിയായ ദൈവം സകലമായിട്ട് നന്നായി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നാളെ ഏൽപ്പിച്ച കാര്യം എനിക്കെന്താ ഇല്ലാത്ത, അവന് കൊടുത്തിരിക്കുന്നതല്ല എനിക്ക് ആ കഴിവുകളൊക്കെ തന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള ഒന്നിലും നമുക്കതിനകത്ത് വ്യത്യസ്തത കാണേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം നന്നായി നമ്മളെ സ്നേഹിക്കുന്നു. അതിനകത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ദൗത്യം നമ്മൾ നിർവഹിക്കുക. ഓരോരുത്തരെ ഏൽപ്പിച്ച് അവനവൻ്റെ അവനവൻ്റെ അതിൻ്റെ അളവിനൊത്തവണ്ണം എന്ന് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ബന്ധപ്പെടുത്താൻ കഴിയും. ആ സമയം പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് പോകാം പ്രധാനമായിട്ട്. എന്നാൽ അങ്ങനെ ഓരോരുത്തരെ കഴിവിനൊത്തവണ്ണം നമുക്ക് തരുമ്പോൾ അല്ല അളവിനൊത്തവണ്ണം നീ വിഭാഗിച്ച് കൊടുത്തിരിക്കുന്ന പോലെ അതിൽ നമ്മൾ ഉത്തരവാദിത്വം നന്നായി ചെയ്യുക എന്നുള്ള ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ഇവിടെ 5 താലന്ത് ഒരാൾക്ക് കൊടുത്തു, ഒരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തിട്ട് യജമാനൻ എന്ത് ചെയ്യുക, പരദേശത്ത് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കർത്താവ് വാസ്തവത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനും ഇനിയും വരാൻ പോകുന്ന കർത്താവിനെ മടങ്ങി വരവിനും മധ്യത്തിലുള്ള ഈ സഭായുഗത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ കാണിക്കുന്നതാണ് പറയാം. നിശ്ചയം അത് തന്നെയാണ്. കാരണം ഈ സഭായുഗ കർത്താവിൻ്റെ പരദേശത്ത് പോകുമ്പോൾ എന്ന് പറയും വാസ്തു കർത്താവ് വന്നിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. പല കാര്യങ്ങൾ നമ്മളെ രക്ഷിക്കാൻ കർത്താവ് ലോകത്തിലേക്ക് വന്നു. സ്വർഗ്ഗ മഹിമകളെ ഇവിടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച്, നമുക്ക് വേണ്ടി ക്രൂശിതനായ കഷ്ടം സഹിച്ച് തന്നെ ചുന്നാക്കി, നമുക്ക് വേണ്ടി എല്ലാമായി തീർന്ന് എല്ലാം സഹിച്ച് എല്ലാം തേച്ച് തന്നെ ശൂന്യമാക്കി ക്രൂശിലെ മരണത്തോട് അനുസരണമുള്ളവനായി തീർന്ന് നമുക്ക് വേണ്ടി കൃപയാൽ രക്ഷയുടെ മാർഗ്ഗം ഒരുക്കി വെച്ചു. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഒരുക്കി. ഹല്ലേലൂയ. പിതാവിനോട് നമ്മളെ നിരപ്പിച്ചു. അങ്ങനെ സ്തോത്രം നമ്മളെ നമുക്ക് വേണ്ടി രക്ഷയുടെ വഴി ഒരുക്കി നമ്മളെ അവിടുത്തെ മക്കൾ അവകാശമാക്കി തീർത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ ഈ ചെറിയ കാര്യം ഏൽപ്പിച്ചിട്ട് കർത്താവ് പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ അതിലെ ശിഷ്യന്മാരുള്ള ബന്ധത്തിലായ ശിഷ്യന്മാർ തെരഞ്ഞെടുത്തപ്പോഴായാലും നമുക്കുള്ളവരോ അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ഉപദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അധികാര ശക്തിയും കൊടുത്തു. അങ്ങനെ ഈ എന്താ പറയുന്നത്, സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് നിങ്ങൾ കാത്തിരുന്നത് പ്രാപിക്കണമെന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം പറഞ്ഞിട്ട് എല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ബാക്കി അവർ പ്രാപിക്കേണ്ടത് അവരുടെ കടമയായിരുന്നു. പരിശുദ്ധമായ പ്രാമുഖരെ അവർ 120 പേരുടെ സംഘം ഒരുമിച്ച് കൂടിയിരുന്ന മർക്കോസിലെ മാൽമുറിയിൽ നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പ് ശേഷം അവർ പ്രാപിച്ചു. അപ്പോൾ അതുവരെ ഏൽപ്പിക്കേണ്ടതെല്ലാം ഏൽപ്പിച്ച കർത്താവ് അല്ല ശരി ക്രൂശിക്കപ്പെട്ട് മരിച്ചുടക്കപ്പെട്ട് ഉയർത്തി ഞാൻ പോകുന്നു കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞാൽ പോയി ജീവൻ അതുവരെ അവരെ ഒത്തിരി ഉപദേശിച്ചു. അവരുടെ കൂടെ നടന്ന് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ഒത്തിരി ഉപമകളാൽ ഇപ്പോൾ പറഞ്ഞ ഈ ഉപമ പോലെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു. അവരെ പഠിപ്പിച്ച് ദൈവരാജ്യത്തെ അനേക മർമ്മങ്ങൾ പഠിപ്പിച്ചു. അവരെ പ്രാപ്തരാക്കി എടുത്തു. അവരുടെ പല കുറവുകളും തെറ്റുകളും വന്നെങ്കിൽ പിന്മാറ്റ സ്വഭാവങ്ങളൊക്കെ വന്നെങ്കിൽ അവരെയൊക്കെ ഒരുക്കി എടുത്ത് ശുദ്ധീകരിച്ച് അവരെ സ്തോത്രം പ്രൈസിലോ നമുക്ക് മറ്റു പല പിന്മാങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കർത്താവ് ഞങ്ങൾ നിന്നെ വിട്ട് ആടെടുക്കാൻ പോയി എന്ന് പറഞ്ഞ് ചേർന്ന് നിന്നപ്പോൾ അവരെ ചേർത്ത് നിർത്താൻ കർത്താവ് അല്ല അവർ തള്ളിക്കളയാൻ ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്. അവരെ ഒന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ അവരുടെ ആമേൻ സ്നേഹത്തെ അല്ലെങ്കിൽ അവരുടെ ആ കർത്താവ് പറഞ്ഞിട്ട് നല്ല മനോഭാവത്തെ ഒന്ന് കർത്താവ് നോക്കുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്തായാലും അങ്ങനെ നമുക്കറിയാം 120 ആ 12 പേര് പിന്നെ 120 പേരായി സ്തോത്രം അങ്ങനെ ഉള്ള സംഘത്തെ അതിന് മുമ്പ് ഇവരെ ഒരുക്കുമ്പോൾ എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ കാത്തിരുന്ന് ചെയ്യണം. പിതാവ് നൽകിയ വാഗ്ദത്തത്തിനായി യോബേൽ പ്രവാചകൻ മുഖാന്തരം അറിയിച്ച് നമുക്ക് 2-ാമത്തെ നമുക്കറിയാമല്ലോ 28 ഭാഗങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന അധികാല ശൈലിയെടുത്ത് മാനിപ്പോയി അതെല്ലാം പറഞ്ഞ അപ്പോൾ അങ്ങനെ അത് പ്രാപിച്ചിട്ട് നിങ്ങൾ പോകാമോ? നിങ്ങൾ പോകണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കമ്മീഷൻ ലാസ്റ്റ് കമ്മീഷൻ ഗ്രേറ്റ് കമ്മീഷൻ അറിയപ്പെടുന്ന മത്തായി 28 അവസാന ഭാഗത്ത് ഇതെല്ലാം ഏകദേശം ഒരു സന്ദർഭം നമുക്ക് ചിന്തിക്കാം. മത്തായി 28 അവസാന ഭാഗവും മർക്കോസ് 16 ലാസ്റ്റ് ഭാഗങ്ങളും ലൂക്കോസ് 24 അവസാന ഭാഗങ്ങളും അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗങ്ങൾ ഏതാണ്ടൊക്കെ ഒരേ സന്ദർഭം ഈ 40 ദിവസത്തിൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് സ്വർഗ്ഗാരോഹണത്തിനും ഇടയിലുള്ള 40 ദിവസത്തെ ആ ഒരു സമയത്തിൻ്റെ കാലയളവിൽ ഏകദേശം അന്ത്യസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ പല നിലയിൽ അവിടെ എല്ലാം കൂടെ ചേർത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടെ വരുമ്പോൾ അവിടെ ആയാലും ഇവിടെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ സ്തോത്രം യോഹന്നാനിലും അവിടുത്തെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി പറയുമ്പോൾ അവിടെ ഈ കാര്യം കൂടെ ചേർത്ത് പറയുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പോകണം, പോയി സുവിശേഷം പറയണം, വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണം. അതുപോലെ തന്നെ ആമേന് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു കൽപ്പിച്ചതൊക്കെ പ്രമാണിക്ക് ഉപദേശിക്കണം എന്നൊക്കെ ഡിസൈപ്പിൾസ് ഓൾ ദ നേഷൻസ് ജാതികളെ എന്നെ ശിഷ്യരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം ജസ്റ്റ് വെയിറ്റ് എ ലിറ്റിൽ
ഇവിടെ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? ഇത് പ്രാപിക്കുവാണ്. പ്രാപിച്ചിട്ട് നിങ്ങൾ പോകാം. കാരണം ഇത് ആവശ്യം. അത് നമ്മുടെ വിഷയം അതല്ല, നമ്മൾ അതിലേക്ക് കിടക്കണം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ബന്ധിപ്പിക്കുന്നേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഈ ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്, ഈ വിശ്വസ്തയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അങ്ങനെ അവർ കാത്തിരുന്നു. കർത്താവ് ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവർക്കെല്ലാം ഇത് കൊടുത്തിരിക്കുക. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവരെ പരിമേൽപ്പിച്ചിരിക്കുക. ഈ സുവിശേഷീകരണമായാലും കൊള്ളാം, ഇത് പ്രാപിക്കുന്ന ശക്തി അഭിഷേകം പ്രാപിക്കുന്നാലും കൊള്ളാം, പ്രയോജനപ്പെടുന്നാലും കൊള്ളാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നാലും കൊള്ളാം. ഇതെല്ലാം ദൈവരാജ്യം അവരിൽ കൂടെ വിശാലമാകുക എന്ന വിഷയം. ദൈവരാജ്യം അന്ധകാര സാമ്രാജ്യത്തെ തകർത്ത്, പൈശാചിക രാജ്യത്തെ തകർത്ത്, ദുഷ്ടപിശാചിനാൽ പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന അല്ല അവരുടെ അടിമകളായി കഴിയുന്ന മനുഷ്യരെ അവൻ്റെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കി ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക. അതാണല്ലോ വലിയ ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവരാജ്യം പണിയുക, ദൈവരാജ്യം വലുതാക്കുക. അപ്പോൾ അങ്ങനെ സഭയെ പണിയുക, ദൈവരാജ്യം വിശാലമാക്കുക, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാക്കുക. ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടുന്ന നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആ ഉദ്ദേശം അതുപോലെ നിറവേറ്റപ്പെടുന്ന ഒരു മണ്ഡലം, അത് നിറവേറപ്പെടുക. അപ്പോൾ അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ പറഞ്ഞ വിഷയം. അപ്പോൾ ഇവിടെ നമ്മുടെ താലന്തുകളുടെ ഉമ്മയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. താലന്തുകളുടെ ഉമ്മയ്ക്കകത്ത് ഈ ഏൽപ്പിച്ചിരിക്കുന്ന 5, 2, 1 വ്യത്യസ്തമായ നിലകളിൽ കൊടുത്തിരിക്കുന്നല്ലോ. ചിന്തിക്കുമ്പോൾ എന്താ ഇതിങ്ങനെ പല നിലകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന പ്രാളം കൊണ്ട് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തിട്ട് യാത്ര പുറപ്പെട്ട് കർത്താവ് പോയിരിക്കുക. സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിരിക്കുക. ഞാൻ വീണ്ടും വരും, നിങ്ങൾ അനാഥനെ വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ പോയി നിങ്ങൾക്ക് സഭയെടുക്കാൻ പോകുന്നു, ഞാൻ പോകാൻ അല്ലേ നമുക്ക് പിന്നെ ആദ്യം കാര്യസ്ഥൻ്റെ അടുക്കൽ വരിക. കാര്യസ്ഥനെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വിടാൻ കഴിയത്തില്ല, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ വരത്തില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഞാൻ പോയിട്ടെങ്കിലും സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ വീണ്ടും വരും പറഞ്ഞു. നമുക്കറിയാം കർത്താവ് സ്ഥലം ഒരുക്കിയിരിക്കും, നമുക്ക് ചിന്തിക്കാം. അതിനിപ്പോൾ ഇത്രയും വർഷങ്ങൾ സ്ഥലം ഒരുക്കാൻ വേണ്ടി വേണ്ട, ഒരുക്കിയിരിക്കുന്നു ചിന്തിക്കാം. എന്നാലും കർത്താവിൻ്റെ സമയം എപ്പോഴാലും കർത്താവ് വരാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടിയുള്ള അതുവരെയുള്ള കൃപായുഗം, പരിശുദ്ധാമയുഗം, പെന്തക്കോസ്ത് യുഗം, സഭായുഗം എന്നൊക്കെ അറിയപ്പെടുന്ന ചർച്ച് ഏജ് എന്നോ അല്ലെ ഏജ് പെന്തക്കോസ്റ്റ് എന്നോ ഹോളി സ്പിരിറ്റ് എന്നോ ഒക്കെ പറയാവുന്ന സഭായുഗം അല്ലെ ഗ്രേസ് കൃപായുഗം എന്നറിയപ്പെടുന്ന ഈ സമയങ്ങളിൽ വാസ്തവത്തിൽ നമുക്ക് നിറവേറ്റാനുള്ളത് പൂർണ്ണമായി നിറവേറ്റുക എന്നുള്ളതാണ് നമ്മൾ ഏൽപ്പിച്ച ദൗത്യം. പിന്നെ നമ്മുടെ മരണം വരെ വാസ്തവത്തിൽ കൃപായുഗം തീരുന്നവരെ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ വരവ് നമ്മുടെ സമയത്ത് നാം ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വന്നില്ലെങ്കിൽ നമ്മുടെ ജീവൻ കഴിഞ്ഞപ്പോൾ പലരും കർത്താവ് എടുക്കപ്പെട്ട് നമുക്കറിയാം. ഓരോ ദിവസം നമ്മൾ കേട്ടും വാർത്തകൾ. കർത്താവ് അതിനെപ്പോഴായാലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള പ്ലാൻ എപ്പോഴും തീരെന്നറിയത്തില്ല. ലോകത്തിൽ നമ്മുടെ ആയുസ് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ മുഖാന്തരത്തിൽ കൂടെ നമുക്ക് കടന്നു പോകാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ നമുക്ക് വേദന ഉളവാക്കിയതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം അറിയാൻ സംഭവിക്കുന്നില്ല. പിന്നെ അതിന് മറുവശം നമ്മൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റൊരു കാര്യം പോട്ടെ. എന്നാലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. ആ സമയത്ത് ശുശ്രൂഷ തീർന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം തീർന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. മറുനിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം അറിയാവുന്ന സംഭവിക്കുന്നില്ല. എന്തുവാണ് രോഗമുഖാന്തരമാകട്ടെ, അപകട മുഖാന്തരമാകട്ടെ, ഏത് വിധത്തിൽ നാച്ചുറൽ ഡെത്ത് ആകട്ടെ, എങ്ങനെയാകട്ടെ, അവൻ ദൈവത്തിൻ്റെ സമയം. പക്ഷെ ആ സമയം എപ്പോഴാണെന്ന് അറിയായതുകൊണ്ട് അതെപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അത് ദൈവം ആ സമയം വരെ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ വിശ്വസ്തതയാണ് ദൈവം ഒരിക്കൽ ചോദിക്കുന്നത്, അവരോട് ദൈവം കണക്ക് ചോദിക്കുന്നത്. അല്ലാതെ സ്തോത്രം പിന്നെ കുറച്ച് നാൾ ജീവിച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തുള്ളല്ലോ എന്ന് ചോദിക്കത്തില്ല. അത് വാസ്തവത്തിൽ സ്തോത്രമില്ലേ, എന്താ 3-ാം മണി നേരത്ത് പുറപ്പെട്ടു, 9-ാം മണി നേരത്ത് പുറപ്പെട്ടു, 6-ാം മണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്ന. അപ്പം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു പറഞ്ഞ പോലെ അപ്പം ദൈവം നമ്മുടെ സമയത്ത് നമ്മൾ ഏൽപ്പിച്ചിട്ടാവും നമ്മൾ വിശ്വസ്തത നിറവേറ്റിയ ദൈവസേന വിശ്വസ്തത. കർത്താവെ ഒരു ദിവസം ജീവിച്ചിരുന്നാലും, ഒരാഴ്ച ഞാൻ ജീവിച്ചിരുന്നാലും, 1 വർഷം ജീവിച്ചിരുന്നാലും, ഇനിയും ജീവിച്ചിരുന്നാലും, അല്ല എൻ്റെ ജീവിതത്തിൽ ഇത്ര ആയുസ് എനിക്ക് തന്നുള്ളെങ്കിലും കർത്താവെ അവിടെ തരുന്ന എനിക്ക് ഇഷ്ടമുള്ള ആയുസ് എത്രയായാലും കർത്താവെ അങ്ങ് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇനി അങ്ങ് ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ ഒന്നും അല്ല ചിന്തിക്കേണ്ടത്. ഏൽപ്പിച്ച ദൗത്യം ഇപ്പം നമ്മുടെ ദൈവം ഓരോരുത്തർക്കൂടെ സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ട്, മാനങ്ങൾ, അത് മറ്റൊരു കാര്യം. അതിലൊരു വിശ്വസ്തരായിരിക്കണം. അത് സംഘടനാപരമായി നോക്കുമ്പോൾ കൊള്ളാം. അതിൻ്റെ നിലയിൽ അതും ഏൽപ്പിക്കുന്ന ദൗത്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവനാമഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാ വ്യക്തികൾക്കും നമ്മൾ നേരത്തെ പറഞ്ഞു വന്നില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവദാസനെ എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തദാസൻ എന്നുള്ളത്. അപ്പോൾ അതൊരു ചിന്ത വരരുത്. ഞങ്ങളെ ഉൾപ്പെടുന്നില്ല ഒരു പാസ്റ്ററെക്കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്, ശുശ്രൂഷനെക്കുറിച്ച് മാത്രമാണോ എന്നൊരു സംശയം വരാതിരിക്കാനാണ് ആ പ്രാരംഭത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടത് വിശദീകരിച്ചില്ല, അതിന് പൂർണ്ണതയെ കൊണ്ടുവന്നില്ല. അപ്പോൾ അതിനകത്ത് അതിനകത്ത് കുഞ്ഞുങ്ങൾ വരാം, വലിയവർ വരാം. അപ്പം അതിനകത്ത് ദൈവം ഏൽപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന
ഒരു സാധാരണ വിശ്വാസി നമ്മൾ കാണുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവം താലന്ത് കൊടുക്കാത്ത ഒരൊറ്റ വ്യക്തി പോലുമില്ല. നമ്മളിത് ഈ ഭാഗം തുടങ്ങിയതേ ഉള്ളെങ്കിലും ഓർത്തു വരുന്നത് പറയാതെ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകരുതല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ വിടാതിരിക്കാൻ വേണ്ടിയാണ് ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ദൈവം താലന്ത് കൊടുക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. എല്ലാവർക്കും ദൈവം താലന്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരാൾക്കൊരു താലന്ത് അല്ല മറ്റൊരു താലന്ത് കൊടുത്തിരിക്കുന്നത് പൊതുവായിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഓരോ താലന്തും ഉണ്ട്. പൊതുവിൽ കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉള്ള. പക്ഷേ ചിലപ്പോൾ ചില കൃപാവരങ്ങളുടെ കാര്യമാൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ശുശ്രൂഷകൾ അതൊക്കെ വ്യത്യസ്തമായ നിലയിൽ പലർക്കും കൊടുത്തിരിക്കാം. അതിനകത്തൊന്നും ഏറ്റക്കുറിച്ച് ദൈവം കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇതെല്ലാം ഈ ലോകം കൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം തീരുമ്പോൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ നിത്യതയിൽ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ അവിടെ എല്ലാവരും ഒരുപോലെ കാണുന്നു. പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ന്യായസനം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. പ്രതിഫലം കൊടുക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. അതും ഈ കണക്ക് ചോദിക്കുന്നില്ല. ഇവിടെ കണക്കെടുക്കാൻ വന്നു എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്കത് ബന്ധപ്പെടുത്താൻ സാധിക്കും. അതാണ് വരാൻ പോകുന്നത്. യജമാനൻ കണക്കെടുക്കാൻ വന്നു എന്ന് നമ്മൾ വായിക്കുന്നില്ലേ. അപ്പോൾ അത് ആ സമയമാണ്. അപ്പം അങ്ങനെയുള്ള ടൈമാണ്. അപ്പോൾ പ്രതിഫലം വിഭാഗിക്കുന്ന അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ന്യായസനം എന്ന് പറയുന്ന ആ ഒരു സമയത്തെ ഉള്ള. അപ്പോൾ എങ്കിലും അതിനകത്ത് ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു. അതിനനുസരിച്ച് ദൈവം പ്രതിഫലം വിഭാഗിക്കുന്നത്. നമ്മൾ പല കിരീടങ്ങളെ പറ്റിയൊക്കെ വായിക്കുന്നു, പല പ്രതിഫലങ്ങളെ വായിക്കുന്നു. എങ്കിലും അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട. അയ്യോ ഇന്ന കിരീടം കിട്ടിയല്ലോ, അപ്പോൾ പൗലോസിന് കിട്ടിയ കിരീടം പോലെ എനിക്ക് കിട്ടത്തില്ലല്ലോ, നീതിയുടെ എനിക്ക് വെച്ചിരിക്കുന്നു, നല്ലപോലെ കൊടുത്ത് ഓട്ടം നീതി വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടം എനിക്കപ്പോൾ ആ നീതിയുടെ കിരീടം അതുപോലെ ജീവിച്ചിരുന്നാൽ നമുക്ക് ലഭിക്കത്തില്ല എന്ന് വരത്തില്ല. പൗലോസ് വളരെ ത്യാഗത്തോടെ കർത്താവിന് വേണ്ടി ചെയ്ത് ഒത്തിരി പ്രവർത്തിച്ചു. നമ്മൾ ഇനി എത്ര തന്നെ ചെയ്താലും അദ്ദേഹത്തിന് തുല്യമാകണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ നോട്ടമോ ദൈവത്തിൻ്റെ അളവൊന്നും നമുക്ക് മാനുഷ്യമാനിലെ തെറ്റപ്പെടുത്താനോ അതിന് എടുക്കാനോ സാധിക്കത്തില്ല. നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൻ്റെ ആഗതമായി പഠിക്കുന്ന ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ, ഒത്തിരി ശ്രേഷ്ഠരായ ദൈവദാസന്മാരൊക്കെ അതിനെ പഠിപ്പിക്കുമ്പോഴൊക്കെ പല കാര്യം പറയുന്നെങ്കിലും അതിൻ്റെ ഏറ്റക്കുറിച്ചിൽ എത്ര എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ മാനുഷ്യമായ കണക്കൂട്ടി നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ലാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ചിന്ത. ദൈവം നമുക്ക് എത്രത്തോളം പ്രതിഫലം പ്രാപിക്കാമോ, ദൈവത്തിൽ എത്ര വിശ്വസ്തരായിരിക്കാമോ അതിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. അതാണ് വിഷയം. നമ്മളെ ഏൽപ്പിച്ച കാര്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർണ്ണമായി നിറവേറ്റി എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് അവിടുത്തെ സന്നിധി ചെല്ലണം. ഇവിടെ നമ്മൾ തുറന്നു വായിക്കുന്ന ഭാഗത്ത് കാണുന്നത് പോലെ ഇവിടെ അവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്നു വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനെ പോയി. അപ്പം ഈ 2 ലഭിച്ചവൻ 2 കൂടെ നേടി. അപ്പം വ്യാപാരം ചെയ്തു. അവൻ വെറുതെ വെച്ചില്ല. 5 ലഭിച്ചവൻ 5 കൂടെ നേടി. അവനത് വ്യാപാരം ചെയ്ത് വേറെ 5 വ്യാപാരം ചെയ്യാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. വ്യാപാരം ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി, മൾട്ടിപ്ലൈ അല്ല പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി, നോട്ട് ഫോർ പ്രിസർവേഷൻ, സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയല്ല. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്ന ഞാൻ ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ, ആർക്കും ഗുണത്തിനും പോകുന്നില്ല ദോഷത്തിനും പോകുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇരിക്കാനല്ല, തെറ്റായ ഒന്നും ചെയ്യുന്നില്ല, ഓക്കെ എന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നു, ദൈവം വേണ്ട കുറച്ച് ചെയ്തോട്ടെ എന്താ വെച്ചാൽ ഒരു പാസീവായിട്ടിരിക്കുന്ന അവസ്ഥയല്ല, ആക്റ്റീവായി കർമ്മനിരതരായി ഉത്സാഹത്തോടെ ആമൻ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി ചെയ്ത് സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്ത് ആമീൻ സ്തോത്രം. എൻ്റെ ദൗത്യം നിറവേറ്റാൻ എന്നാ കഴിയുന്നിടത്തോളം എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം ആമൻ ചെലവഴിച്ച്, സമയവും പണവും ആരോഗ്യം അത് എല്ലാം ഒന്നിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ താലന്തുകളിൽ ഇതെല്ലാം അടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ താലന്തുകൾ ഉപയോഗിക്കുന്നതിലും ഇത് വരുന്നു. ഇതെല്ലാം താലന്തുകൾ തന്നെ, ദാനങ്ങൾ. പക്ഷേ ഈ താലന്തുകൾ ഉപയോഗിക്കുന്നതിൽ തന്നെ ഈ സമയമായാലും കൊള്ളാം, ധനമായാലും കൊള്ളാം, നമ്മുടെ ആരോഗ്യമായാലും കൊള്ളാം, ഇതൊക്കെ ദൈവദാനമായിരിക്കെ ഈ താലന്ത് ഉപയോഗിക്കുന്നതിലും ഈ ദാനങ്ങളൊക്കെ നമ്മൾ നന്നായി ഉപയോഗിച്ച് അതിനനുസരിച്ച് നമ്മൾ യജമാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണ് കർത്താവ് വിളിക്കുന്ന അറിയത്തില്ല. ആ സമയത്ത് ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ താഴോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവരോട് കർത്താവ് പറയുന്ന യജമാനൻ പറയുന്നത് എന്താണ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് അവരത് നന്നായിട്ട് ഉപയോഗിച്ചു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോട്ട് ഫോർ പ്രിസർവേഷൻ, അത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് തരുന്നതല്ല. ഓക്കെ, നല്ല കാര്യം, താങ്ക് യു ജീസസ്, താങ്ക് യു, ദൈവം തന്നല്ലോ, കൊള്ളാം, എന്നെ അനുഗ്രഹിച്ചല്ലോ, എല്ലാ അനുഗ്രഹങ്ങളും ആദ്യം എന്നെ ആത്മീയമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവേ സ്തോത്രം, പ്രൈസ് ലോർഡ്, എല്ലാവരെയും അനുഗ്രഹിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ, എൻ്റെ യജമാൻ്റെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ, യജമാൻ ഏൽപ്പിച്ചത് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ. ഇവിടെ നമ്മൾ വായിക്കുന്ന 5 കൂടെ നേടി, മറ്റേ 2 കൂടെ നേടി, പിന്നെ ഒരുവൻ്റെ കാര്യം വരുന്നത്, അപ്പോൾ ഒന്ന് കൊടുത്തതിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ പറഞ്ഞ നല്ലവരും വിശ്വസ്തനുമായ ദാസനെയാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ തന്നെ ഒന്ന് ലഭിച്ചവനോ, അപ്പം ഒരാൾക്ക് 1 കൊടുത്തു, അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവന് 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ചു, യജമാനൻ്റെ ദ്രവ്യം മറച്ചു വിരിച്ചു.
യജമാനെതിരെ താഴോട്ട് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ മറച്ചു വെച്ചത്? ദൈവം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനം വന്ന് അവരുമായി കണക്ക് തീർന്നു. വളരെ കാലം കർത്താവിന് മടങ്ങി വരുന്നതിനെ കാണിക്കുക. വളരെ കാലം കഴിഞ്ഞ ശേഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം 2000 ശേഷം ഇത്രയും വർഷങ്ങളായി. അപ്പോൾ ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുമെന്നാണ് എബ്രായലേഖനത്തിൽ 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്. എത്രയും അല്പകാലം എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാക്കറ്റ് പീരീഡ് നമ്മൾ അറിയത്തില്ല. കൃപായുഗത്തിന് നമുക്ക് അന്ത്യകാല സംഭവങ്ങളൊക്കെ നടക്കുന്ന നമുക്കറിയാമല്ലോ. ആ വചനങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ, അതുപോലെ പ്രവാചകന്മാരെ കല്ലിച്ച വചനങ്ങൾ, പ്രസന്മാർ പറഞ്ഞ വചനങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുക. ആക്ച്വലി അതെല്ലാം ഇങ്ങനെ ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുക. എന്നാൽ സ്തോത്രം, കർത്താവിൻ്റെ ഈ പ്രധാനമായി കാത്തിരിക്കുന്ന മെയിനായി സംഭവിക്കേണ്ടത് കർത്താവിന് വേണ്ടി വരുക. അപ്പം ആ സമയത്തിനുള്ളിൽ നാം ചെയ്യേണ്ട കടമ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ തീരുന്നതിന് മുമ്പായിട്ട്, ആയുഷ് തീരുന്നതിന് മുമ്പായി, കർത്താവ് നമ്മളെ വിളിക്കുന്നതിന് മുമ്പായി നമ്മൾ ഏൽപ്പിച്ച ദൗത്യം കർത്താവെ അത് വിശ്വസ്തയോട് ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ സംഘത്തിന് 12 വായിക്കുന്ന വാക്യം എൻ്റെ ഓർമ്മയിൽ വന്നിരുന്നതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു പോകുക. ഒരുപക്ഷെ വിട്ടുപോയാൽ ശരിയാ. സംഘത്തിന് 12 നമ്മളറിയാം, ഭൂമി രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. ദൈവം എന്നെ കണ്ട് വിശ്വസ്തയല്ലോ നോക്കുന്നതെന്ന് രമ്യാവ് പറയുന്നത് പോലെ തന്നെ അവിടെയും ഭക്തം പറയുക, ഭക്തം വിലപിക്കുക. ദാവീദിന്റെ സംഗീതമാണെന്ന് തോന്നുന്നത് 12-ാം സംഗീതം. അവിടെ ഭൂമിയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭക്തന്മാരെ ദൈവം അന്വേഷിക്കുന്നത്, വിശ്വസ്തന്മാരെ ദൈവം അന്വേഷിക്കുന്നത്, വിശുദ്ധന്മാരെ, വിശ്വാസികളെയല്ല. അല്ലെങ്കിൽ കുറേ വിശ്വാസികളോ അല്ല അങ്ങനെ പേര് ക്രിസ്ത്യാനികളോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവരല്ല. വാസ്തവത്തിൽ ഭക്തന്മാർ, വിശുദ്ധന്മാർ, വിശ്വസ്തന്മാർ, അങ്ങനെയുള്ളവരെയാണ് ദൈവം നാളെ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസ്തതയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്തോത്രം, വിശ്വസ്തൻ എപ്പോൾ ദൈവഭക്തനായിരിക്കും, അത് മറ്റൊരു കാര്യം. അവൻ വിശുദ്ധനുമായിരിക്കും. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. വിശ്വസ്തനായിരിക്കണം, യഥാർത്ഥ ഭക്തനായിരിക്കണം. അവൻ്റെ വിശ്വസ്തതയിൽ വരുന്ന കാര്യമായി ഭക്തി എന്നുള്ളത്. പിന്നെ അവൻ്റെ വിശ്വസ്തത വരുന്ന വിശുദ്ധി എന്നുള്ളത്. അതൊക്കെ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരു മൂന്നാല് കാര്യമായിട്ടൊന്ന് വിഭജിച്ചപ്പോൾ അത് താഴോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമായി വല്ലാത്തൊരു കാലമാണ് ജീവിച്ചത്. ഈ കൃപായുഗമാത്ര അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലത്ത് അവിശ്വസ്തന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആത്മീയകോളത്തിൽ അവിശ്വസ്തന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വിശ്വസ്തന്മാരെ ദൈവം അന്വേഷിക്കുന്നു, പക്ഷേ അവിശ്വസ്തന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ അവിശ്വസ്ത, അവർക്ക് യാതൊരു കൂസലുമില്ല. ഒരാൾ ചോദിക്കുമെന്നോ കണക്ക് കൊടുക്കുമെന്നോ എന്ത് പറയാം, എന്ത് പ്രവർത്തിക്കാം, എങ്ങനെയും ചെയ്യാം, എങ്ങനെയും പോകാം, ഒരു ഭയമില്ല, ഒരു കൂസലുമില്ല. അങ്ങ് പോവുക. അവർക്ക് ഒരു ചിന്തയുമില്ല, ദൈവത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, ഒരു ഭയവുമില്ല. ഒരാൾ ചോദ്യം ചെയ്യാൻ ഒരു യജമാനുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്തൊരു നാളുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സമയമുണ്ട്. അല്ലേ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാൾ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ, ഈ ധൈര്യത്തോടെ നിൽക്കുമോ എന്ന് നമ്മൾ ഹെസ്കേൽ 22-ലാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം കാര്യം തീർക്കുന്ന നാളുണ്ട്. അന്ന് കണക്ക് കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ അന്ന് ധൈര്യത്തോടെ നിൽക്കുമോ, സ്തോത്രം എന്ന് ഉള്ളത് വചനം പറയുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ പോകുന്ന ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നൊക്കെ മട്ടിൽ എന്തുമാകാം, എങ്ങനെയുമാകാമെന്ന് ചിന്തിക്കുന്ന ആത്മീയ കോളത്തിലെ കാര്യമല്ലോ. മറ്റുള്ള അവിശ്വാസികളുടെ കാര്യമല്ല ഈ പറയുന്നത്. അവിശ്വാസികളുടെ കാര്യമല്ല ഈ പറയുന്നത്. വിശ്വാസികളെന്ന് പറയപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, അറിയപ്പെടുന്ന വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. ദൈവദാസന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, അങ്ങനെയുള്ള ഒത്തിരി പേര് അതിൻ്റെ ഇടയിൽ വർദ്ധിച്ചു. പക്ഷേ നേരായ വിശ്വസ്തയോടെ ജീവിക്കാൻ വളരെ പെടാപാടുപെടുന്ന, ഒത്തിരി പരിശ്രമിക്കുന്ന ദൈവഭക്തന്മാരായവരുമുണ്ട്. അവർ ചുരുക്കമാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരെയും ഇതിനിടയ്ക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവരിതിനിടയിൽ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ വിശ്വസ്തയോട് വളരെ സ്ട്രഗിൾ ചെയ്യുക, വളരെ ഫൈറ്റ് ചെയ്യുക, സാഹചര്യങ്ങളോട് വളരെ പടപൊരുതി അവർ വില കൊടുത്ത് മുമ്പോട്ട് നീങ്ങി എങ്ങനെയെങ്കിലും വിശ്വസ്തയുടെ കാര്യം നിർവഹിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ പറയുമ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ കിടന്ന് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു, സാഹചര്യങ്ങളോട് പടപൊരുതുന്നു. അവരോടെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യമായിട്ട് യുദ്ധം ചെയ്യുന്നവരല്ല, അവർ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നവരല്ല, അവർ ആത്മീയ യുദ്ധമാ ചെയ്യത്തുള്ളൂ, അവർ മറ്റുള്ള നിലയിൽ. പക്ഷേ എങ്കിലും ആ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ വളരെ പൊരുതി മുമ്പോട്ട് നീങ്ങുന്നത്, വില കൊടുത്തുകൊണ്ട് നീങ്ങുകയാണ്. പക്ഷെ അതിന് ഒരു പ്രതിഫലമുണ്ട്. അങ്ങനെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. ബുദ്ധിമുട്ടിയാണെങ്കിലും ഇതൊക്കെ നിറവേറ്റാൻ സാധിക്കും. കാരണം വെച്ചാൽ വില കൊടുത്തെങ്കിൽ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഇതൊക്കെ നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ പറ്റുന്നു. ആ വില കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അവർ പിന്നെ രക്ഷിക്കപ്പെട്ടതിന് കാര്യമില്ല. വിശ്വാസകോളത്തിലേക്ക് വന്നതുകൊണ്ട് പോലും കാര്യമില്ല. അവർ വിളിക്കപ്പെട്ടതുകൊണ്ട്, ശുശ്രൂഷകന്മാരായതുകൊണ്ട്, വിശ്വാസികളായതുകൊണ്ട് പോലും യാതൊരു പ്രയോജനമില്ല. നേരത്തെ ആയിരുന്ന പോലെ തന്നെ അത് യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. വില കൊടുക്കാൻ തയ്യാറല്ല.
ആമേൻ എല്ലാത്തിനോടും കൂടെ ചേർന്ന് പോകണം. ഈ ദുരുപദേശങ്ങളാകട്ടെ അതിനോട് ചേർന്ന് പോകണം. എന്തിനേയും കൂടെ ആരുടെയും കൂടെ എല്ലാവരെയും പ്രസാദിപ്പിച്ച് ആര് പറയുന്ന പോലെ എങ്ങനെയും എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വിശ്വസ്തരാകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനത്തോടും ദൈവത്തോടും വിശ്വസ്ത പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വിശ്വസ്തനായ ദാസിനെ എന്ന് പറയുന്നത് വിശ്വസ്തനായ ദാസിയെന്ന് കൂടെ ചിന്തിക്കണം. ആകെയല്ല പ്രിയ സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ പറ്റും തോന്നരുത്. കാരണം നിങ്ങളുടെ ചിന്തയെ ഒന്നുകൂടെ ഉണർത്താനും ഇത് ബന്ധപ്പെടുത്താനും വേണ്ടിയാണ്, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോഴും ഭാഗമായിട്ടായിരിക്കും ഞാൻ ആ കാര്യം പറയുന്നത്. അപ്പോൾ ആകെയല്ല പ്രിയ സഹോദരന്മാരെ, നിങ്ങളോടൊപ്പുള്ളവരും കുലുങ്ങാത്തവരും എന്നൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായത്തിന് അവസാന ഭാഗത്ത് വായിക്കുന്നത് പോലെ അത് എന്താ സഹോദരന്മാർ മാത്രമല്ലായിരുന്നു? വിശ്വാസമല്ലല്ലോ, സഹോദരിമാരില്ലായിരുന്നു. ആകെ എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്നർത്ഥം. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ എന്ന് വിളിക്കാതെ അവരോട് പറയുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്നർത്ഥത്തിൽ അതാണ് അർത്ഥം. കാരണം ഈ സഹോദരന്മാരിൽ എന്ന് പറയുമ്പോൾ തന്നെ സഹോദരന്മാരാണ് ഉൾപ്പെട്ടിരിക്കുന്നു, സഹോദരങ്ങളെ എന്നർത്ഥത്തിൽ കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എല്ലാവരും അപ്പോൾ ഈ ദാസൻ എന്ന് പറയുമ്പോൾ ദാസന്മാരെ എന്ന് പറയേണ്ട, എൻ്റെ വിശ്വസ്തനായ ദാസനെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ദാസിമാർ അവരെല്ലാം ഉൾപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ സേവനത്തിലായിരിക്കുന്ന. നിങ്ങൾ പറയട്ടെ, സേവനം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം ഒരു സേവനമാണ്. നമ്മൾ ശുശ്രൂഷ, ഒരു സമാജ ശുശ്രൂഷയോ മറ്റെന്തെങ്കിലും മിഷണറി വർക്കോ ചെയ്യുന്ന ദൈവദാസന്മാർ മാത്രമല്ല സേവനത്തിലായിരിക്കുന്നത്. ഒരു സാധാരണ വിശ്വാസി സേവനത്തിലായിരിക്കുക. അവന് ചെയ്യേണ്ട കാര്യങ്ങൾ അവന് ചെയ്യാൻ കടപ്പെട്ടവനാണ്. കാരണം അവന് കൊടുത്തിരിക്കുന്ന ചില നമുക്കറിയാമല്ലോ, എത്രയോ സാധാരണ വിശ്വാസിലെ വലിയ ശുശ്രൂഷകന്മാരെക്കാളും നന്നായിട്ട് ഉപയോഗിക്കുന്ന, ഞാൻ പറഞ്ഞത് പല നിലകളിലും പല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, പക്ഷേ അവർ അറിയപ്പെട്ടവരായിരിക്കണമെന്നില്ല, പേരെടുത്തവരൊന്നും ആയിരിക്കത്തില്ല, അവർക്ക് പേരോ പ്രശസ്തിയോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. പക്ഷേ അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. അവരിൽ കൂടെ സഭകൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ അനേകം രൂപയിൽ സഖ്യം പ്രാപിക്കുന്നു, ഭൂതങ്ങൾ അലറി ഓടുന്നു. അല്ലെങ്കിൽ മറ്റു പല നിലകളിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ സഹായമായി തീരുന്നു. ഒരുപക്ഷെ ഒരു പേരും പ്രശസ്തി ഉള്ളവരായിരിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ദാസി, ദൈവത്തിൻ്റെ ദാസനായി തീർന്നിരിക്കുന്ന, കർത്താവിൻ്റെ ആ നുഖത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്ന ദാസി പറയുമ്പോൾ ആ നുഖത്തിലല്ലേ എൻ്റെ നുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എൻ്റെ നുഖം മൃദു എൻ്റെ ചുമട് ലഘുവുമാകുന്നു. കർത്താവ് 10 സുവിശേഷം നമ്മളെ 12 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ കർത്താവ് പറയുമ്പോൾ അപ്പോൾ ആ നുഖമേറ്റ് ആ നുഖത്തിൻ്റെ കീഴിൽ ആരൊക്കെ ദാസന്മാരായിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ദൈവം താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു താലന്ത് ഏൽപ്പിക്കാത്ത ആരുമില്ല എന്നൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് ഒന്നുകൂടെ ഊന്നലായിട്ട് പറയട്ടെ. നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ചില താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാം, എന്താണ് എന്നെ ദൈവം ഏൽപ്പിച്ചത്, താലന്ത് എന്താണ്, അത് ഉപയോഗിക്കുക മാത്രം. എനിക്കിതിന് കഴിവില്ലല്ലോ, എനിക്ക് വലിയ പേരില്ലല്ലോ, പ്രശസ്തിയില്ലല്ലോ, അല്ല എന്നെ ദൈവം ഏൽപ്പിച്ചത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കണം. ദൈവത്തിനെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോട് പരിശുദ്ധമായ കർത്താവേ എനിക്കത് വെളിപ്പെടുത്തി തരണം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യം തരണം കർത്താവേ, അതിനായിട്ട് എന്നെ പ്രാപ്തരാക്കണം, ആ ഒരു നിയോഗം എനിക്ക് തരണം, ആ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രേരണ എനിക്ക് തരണം കർത്താവ്, ഉൾപ്രേരണ തരണം, അതിനായിട്ടൊരു കാഴ്ചപ്പാട് തരണം കർത്താവ്, ആ ദർശനം എനിക്ക് തരണം. നിശ്ചയമായും ദൈവം അതിലേക്ക് നമ്മളെ നയിക്കും. കാരണം നമ്മുടെ ദൈവം ആ കാര്യത്തിൽ നമ്മളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന നിരാശപ്പെടുന്ന ദൈവമല്ല. കാരണം ദൈവം എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അവർക്ക് കൊടുത്ത ദൗത്യം അവർ പൂർത്തീകരിക്കണമെന്നാണ്. ആരും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്നാൽ മൂന്നാമത്തെ എന്താ അറിയാമോ, ഇവൻ ഒരു കാല് കൊടുക്കുന്നുള്ളതെന്ന് പറഞ്ഞ് അവനെന്ത് ചെയ്തു, ഒന്നുകൊണ്ട് കുഴിച്ചിട്ടു. ഇതുകൊണ്ട് ഞാനെന്തോ ലാഭം ഉണ്ടാക്കുന്ന എന്താ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യജമാനൻ കണക്ക് ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറയുന്നതാണ്. ഈ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു എന്ന് പറയുക. അപ്പോൾ നോക്കണം, അപ്പോൾ അത്രത്തോളം എന്താ യജമാനൻ പറഞ്ഞ കാര്യം എന്താ, നീ അങ്ങനെ വിചാരിച്ച് യജമാനൻ പറയും, ഒരു താലന്ത് ലഭിച്ചു അടുക്ക പറഞ്ഞു, യജമാനെ നീ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു എന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തോ എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദൈവം പൊന്മാണി പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. ഞാൻ വന്ന് എൻ്റെ ഇത് പലിശയോടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവനെടുത്തിട്ട് ആ 10 താലത്തുള്ളതിന് കൊടുപ്പി എന്ന് പറയുക. നോക്കണം, അപ്പോൾ യജമാനെ ഒരു എന്താ പറയുന്നത്, അത്യാർത്ഥിയുള്ളൊരു മുതലാളിയെ പോലെ അവൻ കാണും. അത്യാർത്ഥിയുള്ളൊരു മുതലാളിയെ പോലെ യജമാനെ കാണുക. അത്ര കഠിന മനുഷ്യനായിട്ട് വിതയ്ക്കാത്തിടന്ന് പോലും കൊയ്യുന്ന, വിതറാത്തിടന്ന് പോലും ചേർക്കുന്ന അത്ര കഠിന മനുഷ്യനാണ് എന്ന് പറഞ്ഞ് യജമാനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച്, എന്നാൽ അവനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു.
അവന് ഉദാസീനായിട്ട് അവൻ്റെ സമയം അവൻ നഷ്ടമാക്കി ഉത്തരവാദിത്തമില്ലാത്തവനായി, അവൻ അലസനായി, ഉത്തരവാദിത്തമില്ലാത്തവനായി, ഉത്തരവാദിത്ത ബോധമില്ലാത്തവനായി അവൻ അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിടുക. അവന് മണ്ണിനോടുള്ള ആഭിമുഖ്യമുള്ളത്, അപ്പം മണ്ണിൽ തന്നെ കുഴിച്ചിടുകയാണ്. അപ്പോൾ എന്നാൽ വർദ്ധിക്കാനോ ഉപയോഗിച്ച് സമയത്തോടുകൂടെ അവനത് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കിയ ഒന്നെങ്കിലൊന്ന് അതെങ്കിലും ഉപയോഗിച്ച് യജമാനൻ വരുമ്പോൾ, യജമാനെ എന്നെ അങ്ങ് ഒന്നേൽപ്പിച്ചല്ലോ, ഇതാ ഞാൻ ആ ഇരട്ടിയാ നേടിയിരിക്കുന്നു, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് യജമാനെ ഏൽപ്പിക്കാൻ തക്കവണ്ണം അവൻ യജമാനെക്കൊരു കഠിന മനുഷ്യൻ ചിന്തിച്ച് യജമാനെ കുറ്റം പറഞ്ഞ് ആ യജമാനോട്, എന്നാൽ യജമാൻ്റെ ദയയല്ല കാണുന്നത്, യജമാൻ്റെ കരുണ സ്നേഹമല്ല കാണുന്നത്. ഒന്നെങ്കിലും ഒന്ന് എന്നോട് സ്നേഹമുള്ളവനായിരുന്നല്ലോ എൻ്റെ യജമാനൻ, എനിക്ക് ഒന്നുകിൽ തന്നല്ലോ, ഞാൻ എത്ര യോഗ്യനല്ല. ഈ ഒന്നെങ്കിൽ ഒരു താലന്ത് പോലും എനിക്ക് തന്ന് എനിക്കത് ഏൽപ്പിക്കുവാൻ, എന്നെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ എന്നോടുകൂടുള്ള കൃപ എത്രയെന്ന് വ്യാപരിച്ച് എൻ്റെ മിടുക്കുകൊണ്ടല്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ എല്ലാവരേക്കാൾ അധികം അധ്വാനിച്ചിരിക്കുന്നു, എങ്കിലും എനിക്ക് എൻ്റെ കഴിവല്ല, എന്നെ വ്യാപരിച്ച് ദൈവകൃപ അത്രയെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ പൗലോസ് തിമോഥെയോസിനെ 1:12 പറയുന്നുണ്ട്, അവനെന്നെ വിശ്വസ്തനെന്ന് എണ്ണിയെന്ന് പറയുന്നുണ്ട്. ഞാനത് ഒന്ന് ബന്ധപ്പെടുത്തി അങ്ങ് പറയുകയെല്ലാം കൂടെ, കാരണം പിന്നീട് അപ്പോൾ അങ്ങനെ ദൈവകൃപയാണ് ഇതെല്ലാം നമുക്കല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാകരുത് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കൃപാവരങ്ങളും ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ധനം, സമ്പത്ത്, ജ്ഞാനം, ഈ പറയുന്ന കഴിവുകൾ ഒക്കെ തന്നെ ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. സുഖത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുയേശു നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക. ഇനി ആത്മീയമെന്ന് മാത്രമല്ല, ഭൗതികമായതാകട്ടെ, എന്ത് തന്നെയാകട്ടെ, ധനം, സമ്പത്ത്, നന്മ, ജോലി, വിദ്യാഭ്യാസം, ജ്ഞാനം, ഇതെല്ലാം സ്വാധീനത, ഇതൊക്കെ സമൂഹത്തിൽ നല്ല ബന്ധം, സ്ഥാനങ്ങൾ, ദൈവം തന്നിരിക്കുന്ന ദൈവത്തെ ലഭിച്ചിരിക്കുന്ന നല്ല സ്ഥാനങ്ങൾ, ദൈവനാമത്തിന് വേണ്ടി, ഇതെല്ലാം ദൈവത്തിന്റെ താലന്തുകളാണ്. അവ ഏറ്റക്കുറച്ച് കാര്യമാക്കേണ്ട. ഒന്നേ എനിക്ക് കിട്ടിയുള്ളല്ലോ, എനിക്ക് അവൻ്റെ അത്ര ഇല്ലല്ലോ, അവനെപ്പോലെ ഞാനായിട്ടില്ലല്ലോ, ഇത് ഞാൻ അങ്ങനെ ഒന്നും വലിയ കാര്യമാക്കുന്നില്ല, എന്തോ ചെയ്യാനാ, അതുകൊണ്ടൊക്കെ ഞാൻ ഇനി എത്രയായാലും ഇത്രയാകത്തുള്ളൂ എന്നൊക്കെയുള്ള സ്വയം പരിമിതപ്പെടുത്തി, സ്വയം ഒരു സങ്കുചിത ചിന്താഗതിയിൽ അകപ്പെട്ട് ദൈവത്തെ പോലും പരിമിതപ്പെടുത്തി, ദൈവത്തിനെതിരെ ചോദ്യം ചെയ്ത്, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്ത്, നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലെ സംഭവങ്ങൾ വേണമെങ്കിൽ അതിനെ ചിന്തിച്ചാൽ അവരും പലരും ദൈവത്തെ ചോദിച്ച് മത്സരിച്ചുകൊണ്ട്, ദൈവനന്മയെ കണ്ടവർ പലരും ഉണ്ടായിരുന്നു, ദൈവചിത ഉപകാരങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തെ പറ്റിയിരുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷേ ചിലരൊക്കെ ദൈവത്തിൻ്റെ പിറുപിറുക്കുക, ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് എന്തോ കിട്ടി, ഞങ്ങൾക്ക് എന്തോ ചെയ്ത് അവിടെ കിടന്നാൽ മതിയായിരുന്നല്ലോ, മിസ്രൈമിൽ കിടന്നാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം നോക്കണം. ഞാനൊക്കെ ഒന്ന് ബന്ധപ്പെടുത്തുമ്പോൾ ആ ബന്ധം നിങ്ങളൊന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ഈ വിശ്വസത എവിടെയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ മോശയെക്കുറിച്ച് പറഞ്ഞ എൻ്റെ ഗൃഹത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസ്തന്മാരെ ചില ദൈവം കണ്ടിട്ടുണ്ട്. കാലേബിനെ, എൻ്റെ ദാസനായ കാലേബ്, അവന് വേറൊരു സ്വഭാവമുണ്ട്. അപ്പോൾ യോശുവ കാലേബിനെ പറയാമല്ലോ, അവസാനം വരെ ബാക്കി 20 പേരിൽ ഇരുവശത്ത് ആരുള്ളവരെ ഈ മോശയെ യോശുവയെ കാലേബ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മരുഭൂമി പട്ടുപോയി. കാരണം അവരെല്ലാം ദൈവത്തിൽ അവിശ്വസ്ത കാണിച്ചു. മിസ്രൈം മുതൽ ചെയ്ത കാര്യങ്ങൾ ഓർത്താൽ, മിസ്രൈം എന്ന് പറയും പുറപ്പെടുവിക്കാൻ വേണ്ടി ഫറവോന്റെ മുമ്പിൽ, മിസ്രൈം ജാതിയുടെ മുമ്പിൽ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങളും തന്റെ ബലമുള്ള കരത്താൽ നീട്ടുകുഞ്ചത്താൽ അവരെ പുറപ്പെടുവിച്ച കാര്യം ഓർത്ത് ചങ്കലിൽ ചെങ്കൽപ്പാതി ഒരുക്കി, മരുഭൂമി കാടപ്പക്ഷിയും മഞ്ഞയും കൊടുത്ത്, എന്നിവൻ ഈന്തപ്പന നീറുവകളെന്ന് വേണ്ട, അങ്ങനെ പാറയപ്പെടുന്ന ജലതടാകം ഒരുക്കിക്കൊടുത്തു എന്നെല്ലാം സീമോനെ പാശാന്റെ ജോഗനെ സംഹരിച്ചു എന്ന് വേണ്ട, അങ്ങനെ പിന്നെ അങ്ങോട്ട് ചെല്ലും യോർദാൻ വിഭാഗിച്ച് പിന്നെ കനാൻ ദേശമൊക്കെ ജാതികളെ കീഴടക്കാൻ ഇതാക്കി. അങ്ങനെ ഓർക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യം ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യം ഉണ്ടാകാം, പക്ഷേ അതൊക്കെ നമുക്ക് ഓർക്കാം എന്നെല്ലാം. പക്ഷേ പിന്നെയും വെറുപ്പ്, മത്സരം, അവിശ്വാസം, പരസംഗം, അനുസരണക്കേട്, ഇതെല്ലാം ചെയ്ത് ദൈവത്തോട് മത്സരിക്കുക, ദൈവത്തോട് എതിർത്ത് നിൽക്കുക. എന്തോ ചെയ്തു? ഞങ്ങളിവിടെ കൊണ്ടുവന്ന യേശുവെടുക്കാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് അങ്ങനെ ഇങ്ങനെ. അപ്പം നന്മ കാണാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, ഞങ്ങൾ അയോഗ്യരായിട്ടും ഈ അയോഗ്യരായ ഞങ്ങളെ ഇങ്ങനെ ആ അവകാശത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം പ്രസാദിച്ചല്ലോ, ഞങ്ങളെ നശിപ്പിച്ചില്ലല്ലോ, അവിടെ വെച്ച് ഞങ്ങളൊക്കെ തള്ളിക്കളഞ്ഞില്ലല്ലോ. അബ്രഹാമിന് പിതാക്കന്മാരുടെ ഒക്കെ ഉടമ്പടി ചെയ്തു, ശരി, വേണമെങ്കിൽ ദൈവത്തിനതിൽ ശരി, ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് ദൈവം വാക്കുമാർന്നനാണോ എന്ന് പറയുന്നത്, വാക്കുമാർന്ന ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം സർവശക്തനായ ദൈവം വിചാരിച്ചെന്താ സിദ്ധിക്കാൻ കഴിയാത്തത്? തലമുറയെല്ലാം അവിശുദ്ധരായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ എല്ലാവരും നശിപ്പിച്ചു കളയാം. അത് മറ്റൊരു കാര്യം. കാരണം ആമേൻ. എന്നാൽ പിതാക്കന്മാരുടെ വാഗ്ദത്തം മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണ, ആമേൻ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കൊണ്ടാണ്. അത് നിശ്ചയമായി ആ വാഗ്ദത്തം അവർക്ക് പൂർത്തിച്ച് കൊടുക്കണമല്ലോ എന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും, അല്ലെങ്കിൽ ആ കരുണയും കൂടെ ഓർത്ത്
അപ്പോൾ തന്നെ നമ്മുടെ അയോഗ്യത, അവരുടെ അയോഗ്യത ഓർത്ത് ഞങ്ങളെ ഇത് ഇങ്ങനെ കൊണ്ടെത്തിക്കുവാൻ, അവർ നല്ല ദേശത്തെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങൾ യോഗ്യരല്ല. ആ ദേശത്തെക്കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ അവർക്ക് അവിടെ പോകാൻ കഴിഞ്ഞാൽ മറ്റൊരു കാര്യം. പിന്നെ അതിനുശേഷം താഴെയുള്ളവർ, 20 താഴെയുള്ളവർ, ദുർവർത്തമാനം പറഞ്ഞവരൊക്കെ പട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ വിശ്വസ്തത എന്നല്ല അവിടെ ബന്ധപ്പെട്ട് കിടക്കുന്ന പഴയ നിയമത്തിലായാലും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം അന്വേഷിക്കുന്നത് ഗൃഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കും. ഗൃഹവിചാരകത്വം, കാര്യവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരും, അത് ചെറുതാകട്ടെ, ഒരു താലന്താകട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത് എത്ര ചെറുതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു വാക്ക് പറയാനാണോ, മറ്റുള്ളവർക്ക് ആലോചന പറഞ്ഞൊരു ആശ്വാസപ്പെടും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, പഠിച്ച ദൈവത്തിൻ്റെ വചനം, പ്രാപിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട്, ആത്മാവിനാലാകാം, വചനത്തിൽ നിന്നാകാം, ഒരു ദൈവശബ്ദം ഒരാളോട് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വയ്യാതെ കിടക്കുന്ന ഒരു സഹോദരൻ സഹോദരി രോഗിയാണ്, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, മറ്റ് പ്രശ്നങ്ങളായിരിക്കുന്നു, സാരമില്ല കേട്ടോ, ദൈവം സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഓക്കെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല, എല്ലാ ഭാരവും ദൈവം ചുമക്കുന്നവനാ, സമാധാനം നൽകുന്നവനാ, അവിടുത്തെ പേര് സമാധാന പ്രഭു എന്നാകട്ടെ. ഇങ്ങനെയൊക്കെ അല്ലാതെ അതിന് വലിയ പാണ്ഡിത്യമാണല്ലോ. ബൈബിൾ കോളേജ് പഠിച്ചതായിരിക്കത്തില്ല, ഹൈസ്കൂളിൽ പഠിച്ചത് തിയോളജി ഒന്നും അറിയത്തില്ലായിരിക്കാം, ഇതൊന്നും വേദവസ്തു കൊടുത്ത ആളെങ്കിലും വായിച്ചല്ലെങ്കിൽ അറിയാമെങ്കിൽ ആ വചനം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു താലന്താണ്, അത് ദൈവം നിങ്ങൾക്ക് തന്നൊരു കഴിവാണ്. മീൻസ് അത് ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ്, അത് നന്നായി നിറവേറ്റുക. ദൈവം തന്നിരിക്കുന്ന താലന്ത്, ദൈവം തന്നിരിക്കുന്ന സമയത്തുള്ളിൽ അത് നിറവേറ്റി മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർത്തക്ക നിലയിൽ, കാരണം ഇത് വ്യാപിക്കണം, ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ വചനമായിരുന്നു തന്നിരിക്കുന്ന വചനം, ശുശ്രൂഷ, ആത്മാവിൻ്റെ ശക്തി, അഭിഷേകം, കൃപാവരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് വർധനമെന്ന് പറയുമ്പോൾ അനേകരെ വർദ്ധിപ്പിക്കണം, അനേകരിലേക്ക് കടന്നു ചെന്ന് ദൈവരാജ്യം വർദ്ധിപ്പിക്കണം, ആത്മാക്കൾ അവർ വർദ്ധിക്കണം, അവരിൽ കൂടെ മറ്റുള്ളവർ, ഈ കേൾക്കുന്നവരെന്ത് ചെയ്യുക, മറ്റൊരു ധൈര്യം കൊടുക്കാൻ ഇടയായി തീരുക. അല്ലേ, നീ കേട്ട വചനം എന്താ പറയുന്നത്, മറ്റുള്ളവർ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യ പരമേൽപ്പിക്കുക, അങ്ങനെ ഓരോരുത്തരായിട്ടെന്ന് പറഞ്ഞ പോലെ 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന പോലെ. അപ്പോൾ ഇതിങ്ങനെ ഇത് ഓരോരുത്തർക്ക് കൈമാറ്റം ചെയ്യുന്നവരാണ്. തലമുറയിലായാലും കൊള്ളാം, അല്ലാതെ മറ്റുള്ളവർക്കായാലും കൊള്ളാം, അത് കൈമാറ്റം ചെയ്യപ്പെടും. ഇതെല്ലാം ഈ വിശ്വസ്തതയിൽപ്പെടുന്ന കാര്യങ്ങൾ. ഇനിയും ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ എന്താ മനസ്സിലാക്കണം, ഇവിടെ എന്താ പറയുന്നറിയാമോ, ഈ ദുഷ്ടനോട് പറയുന്നത്, അവനോട് പറയുക, ഇവൻ്റെ കാര്യം, ഇവനെ ഒരു കാര്യം ചെയ്യുക, ദുഷ്ടനും മടിനമാ ദാസിനെ ഞാൻ എന്നിട്ട് പിന്നെ നീ എൻ്റെ ദൈവം പെൺമാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്നിട്ട് ഇത് പലിശയോട് വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ, അങ്ങനെയുള്ളവൻ ഏവൻ ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകട്ടോ, അങ്ങനെയുള്ളവൻ ലഭിക്കും. ഉള്ളവന് പിന്നെയും 10 താലന്ത് കൂടെ അവന് കിട്ടി. 5 ഉള്ളവന് എന്താ പറയുന്നത്, 5 കൂടെ വീണ്ടും അവനോട് പറയുന്നത്, നല്ലൊരു വിശ്വസ്തമായ ദാസിനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൻ്റെ വിചാരനാക്കും. ഒന്നുള്ളവൻ ഒന്നും കൂടെ നേടിയിരുന്നേ, കർത്താവ് പറഞ്ഞേനെ, യജമാനൻ പറഞ്ഞേനെ, നീ ഒന്നുകൂടെ നേടിയല്ലോ, നീ അല്പത്തിൽ വിശ്വസം. 5 ഉള്ളവന് അല്പത്തിൽ എന്നാണ് പറഞ്ഞു, 2 ഉള്ളവനോട് യജമാനൻ പറഞ്ഞ അല്പത്തിൽ എന്നാണ് പറഞ്ഞു. ഞാൻ നിന്നെ അധികത്തിന് പിന്നെ അവന് അധികം കൊടുക്കുക, അവനെ ഉപയോഗിക്കാതെ അവനെ ശുശ്രൂഷ പിന്നെയും കൊടുക്കുക, താരതകൾ പിന്നെയും കൊടുക്കുക. കാരണം ഇതിലെ വിശ്വസ്ത കാണണം, അല്പത്തിലെ വിശ്വസ്ത ദൈവത്തിന് കാണണം. നിനക്കത് ഏൽപ്പിച്ചിരിക്കുന്ന അല്പത്തിലെ വിശ്വസ്ത ദൈവത്തിന് കാണാൻ കഴിഞ്ഞെങ്കിലേ, നിന്നെ വിശ്വസ്തനെ അതിൽ കാണാൻ കഴിഞ്ഞെങ്കിലേ അധികത്തിന് നിന്നെ വിചാരാക്കാൻ കഴിയൂ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവമക്കളെ, മകനെ മകളെ, ക്രൈസ്തവോ ഹാലലൂയ, ദൈവദാസന്മാരെ, ആ പേര് ഏൽപ്പിച്ച നിശ്ചയമായും അത് വിശ്വസ്തയോട് ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങൾ അതേ ഏൽപ്പിക്കാൻ ദൈവം കടപ്പെട്ടവനാണ്. ഹാലലൂയ. അങ്ങനെ ചെയ്യുന്നവരോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് അനേക ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ശുശ്രൂഷകൾ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്ലാത്തവർക്ക് നമ്മളെ വിശ്വസ്ത ദൈവദാസന്മാരെ, ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗോഡായി നമുക്ക് തീരുമാനിടയാകണം. ഇവിടെ പറയുന്നത്, ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ, അങ്ങനെ ഉള്ളവനെ അവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയും. എന്നാൽ ഉളരുതാത്ത ദാസനെ എന്ത് ചെയ്യും, ഉള്ളതും കൂടെ ഇല്ലാത്തവന് ഒന്നും പ്രാപിക്കാത്തവൻ നേടാത്തവൻ എന്ത് ചെയ്യും, അവൻ്റെ ഉള്ളതും കൂടി എടുത്ത് കളയറ്റുള്ളൂ. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്ത് ഉരുട്ടിലേക്ക് തള്ളിക്കളയുകയും അവിടെ കരച്ചിലും പലരും ഉണ്ടാകുന്ന സ്ഥലത്തേക്കായിരിക്കും നിത്യമായ പ്രതിഫലം നഷ്ടമാകും. ആ പ്രതിഫലം നഷ്ടമാകത്തുപോലെ നിത്യജീവൻ പോലും നഷ്ടമാകും. ഈ പ്രതിഫലം നഷ്ടമാകുന്ന പോട്ടെ, പ്രതിഫലങ്ങളൊന്നും എനിക്ക് വേണ്ട, എങ്ങനെയെങ്കിലും മുഖത്തി ചെന്നാൽ മതി, രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും എനിക്കിപ്പം പ്രതിഫലം ഒന്നും കിട്ടിയില്ലേ, കിരീടമോ അല്ലെങ്കിൽ പ്രതിഫലങ്ങളൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും നിത്യജീവൻ എനിക്ക് അവിടുന്ന് തള്ളപ്പെടുക. കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, ശരിയാ, മറ്റ് ആർക്കും ദോഷം ചെയ്തില്ല, സാധാരണ നല്ലപോലെ ജീവിച്ചു. പക്ഷേ ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരുന്നു, അവിശ്വസ്തത കാണിച്ചാൽ നിത്യജീവൻ പോലും നഷ്ടമാണ്.
ക്രൈസ്തവർ എന്നേക്കും ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. കൂരിട്ട് തള്ളിക്കളവി എന്ന് പറയുമ്പോൾ അല്ല പ്രതിഫലം നഷ്ടമാകുകയല്ല മനസ്സിലാക്കണം. അപ്പോൾ വിശ്വസ്തരായ ദൈവദാസദാസന്മാരായി. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ നമുക്കറിയാം റോമാലേഖനം 12:3 പറയുന്നുണ്ടല്ലേ, അവിടെയും നമ്മളോട് കണക്ക് കൊടുക്കുന്നതിനെ പറ്റി, നമ്മൾ ഈ കാലത്ത് ഉപയോഗിക്കുന്നതിന് വ്യത്യസ്ത ശുശ്രൂഷകൾ നമ്മൾ നിറവേറ്റുന്നതിനെ പറ്റി അവിടെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാവിൻ്റെ കൃപകൾ നമ്മൾ ജ്വലിപ്പിക്കണം. Efesyർ 4:7 അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൃപാവരങ്ങളാലും കൊള്ളാം, നമ്മളെ ശുശ്രൂഷകളാലും കൊള്ളാം, നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് നമ്മൾ യജമാന ലാഭം ഉണ്ടാക്കണം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം കാത്തുന്ന പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ലപോലെ ഒരു തോട്ടം തിരിച്ച് വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറഞ്ഞ് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ എന്നാൽ ഈ വിശ്വസ്ത പാലിക്കേണ്ട 4 ഇടങ്ങളെ പറ്റി ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന സമയം സമാപിക്കുന്നല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ്. വിശ്വസ്ത പാലിക്കേണ്ട ഒരു 4 ഇടങ്ങൾ നമ്മൾ അത് വിശ്വാസിയുടെ ശുശ്രൂഷകന്മാരാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ദൈവമായി പേഴ്സണൽ ബന്ധമുണ്ട്, അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ആരാധനയിൽ, വചന പഠനത്തിൽ അതിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. എത്രത്തോളം വിശ്വസ്തനാണ് നമ്മൾ ചിന്തിക്കണം. വ്യക്തിപരമായ ഒരു ബന്ധം ദൈവമായിട്ട് എനിക്കുണ്ട്. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം, കുടുംബജീവിതത്തിൽ എൻ്റെ ചിന്തയിൽ വന്നൊരു 4 കാര്യങ്ങളാണ് പറയുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിശ്വസ്തനാണോ? ദൈവം ഏൽപ്പിച്ച കടപ്പാടിൽ ഭാര്യയുള്ള സ്നേഹം, ഭർത്താവിനുള്ള സ്നേഹം, ബഹുമാനം, ഇതിലൊക്കെ ആ കടപ്പാടുകളിൽ വിശ്വസ്തനാണോ? കുടുംബജീവിതത്തിലെ കുടുംബ പ്രാർത്ഥന, കുഞ്ഞുങ്ങളോടുള്ള കാര്യത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ, ശാസിക്കുന്നതിൽ, അവരെ ആത്മീയമായ പത്യോപദേശം വളർത്തുന്നതിൽ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത് മക്കൾക്കാലും കൊള്ളാം, മാതാപിതാക്കളാലും കൊള്ളാം, എല്ലാത്തിലും അന്യോന്യമുള്ള ഇതിലെല്ലാം നിറവേറ്റേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം വിശ്വസ്തത പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. സ്തോത്രം. അത് അവിടെയൊക്കെ താലന്തുകളുടെ ഉപയോഗത്തെപ്പറ്റി നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, എങ്ങനെയാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ. അതുപോലെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന, ആരാധനയ്ക്കുള്ള വിഷയങ്ങൾ, അതുപോലെ സഭാജീവിതത്തിൽ സഭയോടുള്ള ബന്ധമുണ്ട്, അതിൽ വിശ്വസ്തരാണോ? ആരാധനയിൽ വിശ്വസ്ത, കൂട്ടായ്മയിൽ വിശ്വസ്തരാണോ? മറ്റൊരുമായുള്ള സ്നേഹത്തിൽ വിശ്വസ്തരാണോ? പിന്നെ ലോകവുമായ സമൂഹവുമായ ബന്ധത്തിൽ, സമൂഹത്തെ സേവിക്കുന്നതിൽ, പിന്നെ സമൂഹത്തിൽ ഇടപെടാതിരിക്കുന്നത്, അവിശ്വസ്ത മറ്റുള്ള കാര്യങ്ങളിൽ വേണ്ടാത്ത കാര്യം ഇടപെടാതിരിക്കുന്നതിൽ, അങ്ങനെയൊക്കെ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ ഇണയിലാപ്പണ കൂടാതിരിക്കുക, ലോകവുമായ ബന്ധത്തിൽ, പിന്നെ ലോകത്തോട് ചെയ്യേണ്ട സേവനത്തിൽ, ഇതൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പറ്റും. അത് ശുശ്രൂഷകരാകട്ടെ, വിശ്വാസികളാകട്ടെ, വേലക്കാരാകട്ടെ, എല്ലാവർക്കും ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുക. നല്ലൊരു വിശ്വസ്തനമാ ദാസനെ, നല്ലൊരു വിശ്വസ്തയുമാ ദാസിയെ, മകനെ, മകളെ എന്ന് കേൾക്കുന്ന നല്ല നാളെ നമുക്കായി കടന്നു വരാൻ പോവുക. അത് നമ്മളെല്ലാവരും കാത്തിരിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക. ഞാൻ ഉൾപ്പെടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആസമാരെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് എന്തെങ്കിലും ദിവസം നന്നായി ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ, അതിൽ സ്തോത്രം ദുഷ്ടനെ മടിയുന്ന ദാസനെ എന്നുള്ള വിളി കേൾപ്പാനല്ല, നല്ലൊരു വിശ്വസ്തനമാ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ. അതിനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലപ്രഭ ആസ്വദിക്കുന്നു. നിങ്ങളെല്ലാവരും അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ നമുക്ക് നന്നായി നിറവേറ്റാം. ആ കർത്താവിനെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ച് ഇവിടെ സമാപനം നടത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥന അതിലൂടെ ബഹുമാനപ്പെട്ട സംഭാഷകർ ആ വിഷയം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ അടിയന്തരമായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ വിഷയങ്ങളാണ്. പ്രാർത്ഥനാതുരി ചമ്പക്കുളം മാമ്പുഴക്കരി ശാരോൻ ചർച്ച് ശുശ്രൂഷകൻ പാസ്റ്റർ ഹണിയുടെ പിതാവായ താമരവേലിൽ ആന്റണി ടി കുട്ടപ്പായി, നാവിൽ ക്യാൻസർ വന്ന് തിരുവനന്തപുരം RCC ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. സൗഖ്യത്തിനായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ കോട്ടയത്ത് അമ്മു എന്ന് 7 വയസ്സുള്ള കുഞ്ഞ് ശ്വാസം മുട്ടൽ കൂടി ESI ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റാണ്. കുഞ്ഞിൻ്റെ പൂർണ്ണ വിടുതൽ. അപ്പോൾ ഈ 2 വിഷയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ എല്ലാവരും അതാദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ അഭിഷേകദാസൻ ഞങ്ങളോട് പറഞ്ഞ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവേ തിരുമുമ്പാകെ വയ്ക്കുകയാണ്. അങ്ങ് സർവ്വത്തിനും മതിയായ ദൈവമാണല്ലോ. സർവ്വത്തിൻ്റെയും കർത്താവേ, സർവ്വത്തിന് കഴിവുള്ള ദൈവം, സർവ്വനെ സൃഷ്ടിച്ച ദൈവം, ഈ പ്രിയപ്പെട്ടവരെയും സൃഷ്ടിച്ച ദൈവം അവിടുന്നാണല്ലോ. പക്ഷേ അവരുടെ അവസ്ഥകൾ അറിയുന്ന ദൈവമാണല്ലോ. പ്രത്യേകിച്ച് കർത്താവേ, മാമ്പിഴക്കരി ശാരദ ചർച്ചിലെ സൂക്ഷനായിരിക്കുന്ന അണിപ്പാറുടെ പിതാവ് ആന്റണി ടി എന്ന് പറയുന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിനാവിൽ ക്യാൻസറിനാൽ തിരുവനന്തപുരം RCC ചികിത്സയിലാണല്ലോ. പക്ഷേ ആ പിതാവിനെ ദൈവം സൗഖ്യമാക്കും യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസറിൻ്റെ എല്ലാ രോഗത്തിൻ്റെ ശക്തിയും അത് വേരോടെ നീങ്ങിപ്പോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തെ സൗഖ്യം അവകാശപ്പെടുന്നു. സാക്ഷാ ഞങ്ങൾ രോഗങ്ങളെ വഹിച്ചവനെ, വേദനകളെ ചുമന്നവനെ, അടിപ്പെടാനുള്ള
സൗഖ്യം പ്രിയദാസൻ പ്രാപിക്കട്ടെ. കർത്താവ് കർദാസൻ പ്രാപിക്കട്ടെ. കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ അനേകങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതൽ ആ പിതാവിന്റെ നാവിൽ നിന്ന് വ്യാപരിക്കട്ടെ. അമ്മു എന്ന് പറയുന്ന 7 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വിശ്വാസമുട്ടലിൽ കൂടി ESI ഹോസ്പിറ്റലായിരിക്കുന്നില്ല, ഐസിലാണല്ലോ കൊച്ച, ആ കുഞ്ഞിന്റെ മനസ്സറിയണം. എല്ലാ ശ്വാസമുട്ട പ്രയാസങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അത്ഭുത സൗഖ്യം കുഞ്ഞ് പ്രാപിക്കട്ടെ. കർത്താവ് ദൈവിക വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുക, ഐസിന് പുറത്തു വരുവാൻ ഇടയാക്കുന്ന സ്തോത്രം. ഹോവ റാഫ, സൗഖ്യമാക്കുന്ന ഹോവ. ദൈവിക വിടുതൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സൗഖ്യം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. അവർ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ട 2 പേരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഇതേ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട ഇടപെടലുകളായിട്ട് ജോയിൻ ചെയ്ത് ശ്രമിച്ച എല്ലാവർക്കായി ശ്രമിക്കുന്ന എല്ലാ അങ്ങനെ ദാസിദാസ മക്കളെല്ലാം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. സക്ഷദാസിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. മറ്റു ദിവാസന്മാരെല്ലാവരും ഏൽപ്പിക്കുന്നു. നാമം പിന്നെ മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. സുവേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.